Vappichis Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കപ്പ് കേക്ക് അല്ലെങ്കിൽ മുഫിൻ എന്നൊക്കെ പറയില്ല, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളതൊരു ഹെൽത്തി വേർഷൻ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓട്സ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഓട്സിൻ്റെ മുഫിൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഓട്സിലും തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് വരെ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഓട്സ് അവിടെ സോക്കാവുന്ന ടൈം കൊണ്ട് നമുക്കിവിടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 120 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലവർ, അതായത് മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ടയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് സിനമൺ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഓട്സ് ഇവിടെ നല്ലപോലെ സോക്ക് ആയിട്ടുണ്ട്. ഞാനത് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും ഒരു എഗ്ഗും പിന്നെ പഞ്ചസാരയും കൂടി ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 1/4, അതായത് ഒരു 30 ml വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം, അതായത് 1/2 കപ്പ് ഷുഗർ. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ആണെങ്കിൽ അതും ചേർക്കാം. ഒരു എഗ്ഗ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നമുക്കിത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
ഞാനിവിടെ ഒരു കപ്പ് കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് തന്നെ കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ മറ്റേ പേപ്പർ മോൾഡോ അല്ലെങ്കിൽ സിലിക്കൺ മോൾഡോ വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിൽ എടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ ഇതിലേക്കും നമുക്ക് ബാറ്റർ ഒഴിക്കാം. ത്രീ വെക്കുന്നുണ്ട്, കാരണം ഇത് പൊങ്ങി വരുമല്ലോ. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓട്സും അതേപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇടാം കേട്ടോ. ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അവനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ പോവാണ്. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മഫിൻസ് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഹെൽത്തി കൂടിയാണ്, നമ്മൾ ഓട്സ് ഇട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഒരെണ്ണം എടുത്തിട്ടൊന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. നമുക്കിത് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓട്സ് മഫിൻസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കൂടാണ്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.